അസ്സലാമു അലൈക്കും. നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുന്ന പേനയുടെ നിബ്ബിൽ മഹത്തായ ഇസ്മി 7 പ്രാവശ്യം അല്ലെങ്കിൽ 11 പ്രാവശ്യം മന്ത്രിച്ചിട്ട് പരീക്ഷ എഴുതുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാം. പരീക്ഷ എഴുതേണ്ട മക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ മക്കൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സമയം പോലും പാഴാക്കാതെ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്ക് നമസ്കാരം ഉണ്ടായിരിക്കുക, സുബഹി നമസ്കരിക്കുക, എല്ലാ ദിവസവും നിസ്കരിച്ചിട്ട് പോവുക, ഖുർആൻ ഓതുക. പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ഒരു ആയത്തെങ്കിലും ഖുർആൻ ഓതുക. പരിപൂർണമായി വുളു ഉണ്ടായിരിക്കുക. പരീക്ഷ എഴുതുന്ന സമയം മുതൽ പരീക്ഷ കഴിയുന്നത് വരെ പരിപൂർണമായി വുളു ഉണ്ടായിരിക്കുക. പരീക്ഷ എഴുതുന്ന ദിവസം കൃത്യമായി ളുഹാ നമസ്കരിക്കുക. സൂറത്ത് ഇഷ്റാഹ് ഓതുക. അലം നഷ്റഹ് സൂറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്ത് വലത് കൈ ഇടത് നെഞ്ചിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സൂറത്ത് ഇഷ്റാഹ് 7 തവണ മന്ത്രിച്ച് നെഞ്ചിലേക്ക് ഊതുക. വീട്ടിൽ നിന്നും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്നുള്ള ദിക്ർ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോവുക. പരീക്ഷാ ഹാളിൽ കടക്കുമ്പോഴും പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് ഓതിക്കൊണ്ട് ആരംഭിക്കുക. പേനയുടെ നിബ്ബിൽ യാ ഫത്താഹു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമം 7 പ്രാവശ്യമോ അല്ലെങ്കിൽ 11 പ്രാവശ്യമോ നിബ്ബിലേക്ക് മന്ത്രിച്ച് ഓതുക. പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പ് റബ്ബി അഷ്റഹ്ലി സ്വദിരി വയസ്ലി അംരി വഹലൽ അഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന ആയത്ത് ഓതിയിട്ട് പരീക്ഷ തുടങ്ങുക. പരീക്ഷയെല്ലാം എഴുതിക്കഴിഞ്ഞ് പേപ്പറെല്ലാം കൊടുത്തതിന് ശേഷം നബിയുടെ പേര് 10 സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉന്നത വിജയം കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് എല്ലാവിധ വിജയവും അവരുടെ പരീക്ഷകളിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.